യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 22-ാം തിരുലിഖിതം. എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, കുടുംബങ്ങളുടെ മേലും, സമൂഹങ്ങളുടെ മേലും സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത യേശുനാഥൻ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഒരു നിമിഷം കണ്ണടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് സ്പർശിക്കണമേ. 44-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം നേടിയത്, അങ്ങയുടെ വലത്ത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. ഓ കർത്താവേ, ക്ഷീണത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, പരാജയത്തിലിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ, തകർച്ചയിലിരിക്കുന്നവർ, കടബാധ്യതയിരിക്കുന്നവർ ഇതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രസാദിക്കണമേ. അങ്ങയുടെ മുഖപ്രകാശം കൊണ്ട് ഇവർ വിജയം പ്രാപിക്കട്ടെ. കർത്താവേ, ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുലിഖിതം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുക, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയം കൈവരും. കർത്താവേ, ഒരുപാട് കാലങ്ങളായി പരാജയം, കണ്ണുനീര്, പരിത്യക്താവസ്ഥ, തിരസ്കരണം, ഒരു ഉയർച്ചയില്ലായ്മ, ഒരു മേൽഗതിയില്ലാത്ത അവസ്ഥ, ഈ സാഹചര്യങ്ങൾ അവിടുന്ന് കാണണമേ കർത്താവേ. ഇതാ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തെയും അങ്ങയുടെ പരിശുദ്ധ വചനങ്ങളെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണുനീരിൻ്റെ ആധിപത്യങ്ങൾ മാറട്ടെ, തകർച്ചകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായം 7-ാം വാക്യത്തിൽ വാക്ക് നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 65:7. സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും അവിടുന്ന് ശമിപ്പിക്കുന്നു. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഞങ്ങളുടെ യേശു, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. ജീവിക്കുന്ന കർത്താവേ, പ്രക്ഷുബ്ധമായ അവസ്ഥകളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ആർക്കും സഹായിക്കാൻ പറ്റുകയില്ല, ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന വിധം അലമാലകൾ ഉയരുന്ന, അലറി മറിയുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ തിന്മയുടെ കോട്ടകൾ തകർന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 22-ാം തിരുലിഖിതം. എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ ദൈവരാജ്യ വേല, ദൈവരാജ്യം വ്യാപിക്കുന്നില്ല. ഇന്ന് ഒരുപാട് പേര് ഓടി നടക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നില്ല. ഇന്ന് ഒരുപാട് പേര് അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ സഭ പണിയപ്പെടുന്നില്ല. ഇന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ കൂടുതലായ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നാം ചിന്തിക്കണം. എന്താണ് ഇതിൻ്റെ എല്ലാം അടിയിൽ കിടക്കുന്ന അടിസ്ഥാന തിന്മ എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭകാലം തൊട്ട്
ഇന്ന് വരെ ഏതാണ്ട് 10-14 വർഷം അച്ഛൻ സുവിശേഷത്തിന് വേല ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങളുടെ മുകളിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആദ്യകാലത്ത് അച്ഛൻ ഒരുപാട് ഓടിയിട്ടുണ്ട്, ഒരുപാട് ഒച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ശക്തിയിൽ ഇടപെട്ടിട്ടുണ്ട്, രാപകൽ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നെല്ലാം കുറേയൊക്കെ ദൈവിക അനുഭവങ്ങളും ദൈവരാജ്യ വേലകളൊക്കെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക കാലഘട്ടം അച്ഛൻ ഒരു എളിയ സഹോദരനെ പരിചയപ്പെട്ടു. അട്ടപ്പാടിയിലുള്ള ഷോളയൂർ പ്രദേശത്തു നിന്നുള്ള പോളക്കാട്ടിൽ ജോയി ചേട്ടൻ. ആ ചേട്ടൻ പല വിധത്തിൽ കഴിവുള്ളവനും പല മേഖലകളിൽ മികവുള്ളവനുമാണ്. അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ തന്നെ അദ്ദേഹം കർത്താവിന് വേലയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു വചനപ്രഘോഷകനാകാനുള്ള സാധ്യതയുണ്ട്. നല്ല തീഷ്ണമതിയായ ഓടി നടന്ന് വേല ചെയ്യാൻ നല്ല യുവത്വവും ചെറുപ്പമാണ്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ തിരിച്ചറിവുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇനി എൻ്റെ സ്വന്തം ഒരു സുവിശേഷ വേലയില്ല, ഇനി എൻ്റെ സ്വന്തമായൊരു പദ്ധതി എനിക്കില്ല, ഇനി എനിക്ക് എൻ്റേതായ സ്വന്തമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. അച്ഛൻ്റെ സുവിശേഷ വേല എന്താണോ അതുതന്നെയാണ് എൻ്റെ സുവിശേഷ വേല. അച്ഛൻ എന്താണോ പറയണത് അതിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അച്ഛൻ്റെ പ്രവർത്തനത്തിന് അച്ഛൻ്റെ കൂടെ നിൽക്കുക. അന്ന് ശ്ലീഹന്മാർ പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്നപ്പോൾ മറ്റ് 11 പേരോടുമൊപ്പം പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നില്ലേ? അതുപോലെ അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛന് വേണ്ടി ബലിയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമാകാനാണ് കർത്താവ് എന്നെ വിളിക്കുന്നത്. എല്ലാവരും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഓടി നിൽക്കുമ്പോൾ ഒരുപാട് പേര് മനസ്സുകൊണ്ട് ഒരുമനപ്പെട്ടിരുന്ന് ചേർന്ന് യുദ്ധം ചെയ്യണം. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാനത് സമ്മതിച്ചു. എൻ്റെ സഹോദരങ്ങളെ, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. പണ്ടത്തതിൻ്റെ അനേകായിരം ഇരട്ടി വേഗത്തിലാണ് ദൈവരാജ്യവേല നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആദിമ സഭയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് സംഭവിക്കുകയാണ്. ഈ ജോയി ചേട്ടൻ്റെ പ്രവർത്തനം ഇങ്ങനെ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മ മറ്റനേകം അൽമായരെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി, അനേകം സിസ്റ്റർമാരെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി. സഖ്യോൻ ധ്യാനകേന്ദ്രത്തിൽ നിരവധി സിസ്റ്റർമാർ ഇന്ന് ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വന്തം പദ്ധതികളും സ്വന്തം പ്രോജക്റ്റുകളും സ്വന്തമായ സുവിശേഷ വേലയുടെ രീതികളെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഒരാൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകായിരങ്ങൾ ഒപ്പം ഇരുന്ന് ബലിയായി തീർന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യണം എന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ തങ്ങളുടെ പദ്ധതികൾ മാറ്റിവെച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അനേക അൽമായർ അതുപോലെ ചെയ്യുന്നു. സഖ്യോൻ ധ്യാനേന്ദ്രത്തിൻ്റെ വൈദികർ അതുപോലെ കൂട്ടായ്മയുടെ വലതുകരം തന്ന് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നു. അച്ഛനൊരു കാര്യം പറയുമ്പോൾ, അച്ഛനൊരു അഭിപ്രായം പറയുമ്പോൾ അതുതന്നെയാണ് കൂടെയുള്ള അച്ഛന്മാരുടെ അഭിപ്രായം. അച്ഛനൊരു തീരുമാനം എടുക്കുമ്പോൾ അതുതന്നെയാണ് കൂടെയുള്ള അച്ഛന്മാരുടെ തീരുമാനം. ഒരു ദിവസം ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു സംശയം തോന്നി. അപ്പോൾ ഞാൻ ഈ ജോയി ചേട്ടനെ വിളിച്ച് ചോദിച്ച്, അല്ല, ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റായാലും ശരിയായാലും യാതൊരു എതിർപ്പും കൂടാതെ അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പല കാര്യങ്ങളിലും എതിർപ്പ് തോന്നാവുന്ന അന്തരീക്ഷത്തിൽ എതിർപ്പ് കാണിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് ജോയി ചേട്ടൻ പറയണത്, അച്ഛൻ്റെ പ്രകൃതം എന്തു തന്നെയാണെങ്കിലും, അച്ഛൻ്റെ തീരുമാനങ്ങൾ എന്തു തന്നെയാണെങ്കിലും, അച്ഛൻ്റെ നടപടിക്രമങ്ങൾ എന്തു തന്നെയാണെങ്കിലും, അച്ഛൻ്റെ പ്രവർത്തന രീതികൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം ഞങ്ങളുടേതായി സ്വീകരിച്ച് അച്ഛനായിരിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ്റെ കുറവുകളോട് കൂടെ തന്നെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, അച്ഛനെ അംഗീകരിച്ച്, അച്ഛൻ്റെ പ്രകൃതത്തെ അംഗീകരിച്ച്, അച്ഛൻ്റെ കുറവുകളെ അംഗീകരിച്ച്, അച്ഛൻ്റെ നടപടിക്രമങ്ങളെ അംഗീകരിച്ച് അച്ഛൻ്റെ ആത്മാവിനോട് ഐക്യപ്പെട്ടിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ കുറവുകൾ മാറണം എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ കുറവുകൾ അംഗീകരിച്ച് അതിനോട് ഐക്യപ്പെട്ടിരുന്ന് പരിശുദ്ധാത്മാവെ അച്ഛനിലേക്ക് നിറയണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിക്ക് ചേരാത്തതെല്ലാം പരിശുദ്ധാത്മാവ് മാറ്റിക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ വലിയൊരു ദൈവിക രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതത്തിനോട് ചേരാത്ത, നമ്മുടെ ആശയത്തോട് യോജിക്കാത്ത തീരുമാനങ്ങളും നടപടിക്രമങ്ങളും കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളുടെ ന്യായാന്യായങ്ങൾ വിശകലനം ചെയ്ത്
അതിൻ്റെ വരും വരായികളെക്കുറിച്ച് കിള്ളിക്കിഴിച്ച് കഴിഞ്ഞ് ആലോചിച്ച് അതിനെക്കുറിച്ച് വിധി പ്രസ്താവിച്ച് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം വഴികളിൽ നിലകൊള്ളുമ്പോൾ, സ്വേച്ഛപരമായി നിലകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനുള്ള തടസ്സമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തി പ്രാപിക്കാനും സാത്താൻ്റെ തല തകരാനും ഇവിടെ കൂട്ടായ്മയോട് ചേർന്ന് ഒരുമനപ്പെട്ട് സ്വന്തം താല്പര്യങ്ങളും സ്വേച്ഛകളും തൻപൊരിമാഭാവവും തന്നിഷ്ടവും സ്വന്തം ഇഷ്ടങ്ങളും ബലി ചെയ്ത് നേതൃത്വത്തോട് ചേർന്ന്, നേതൃത്വത്തിൻ്റെ തീരുമാനത്തോട് ചേർന്ന് ബലിയായി പ്രവർത്തിക്കുന്ന അനേകർ ഒരുമനപ്പെട്ട് നിൽക്കുമ്പോഴാണ് സാത്താൻ്റെ തല തകരുന്നത്. അപ്പോൾ തെറ്റായ തീരുമാനങ്ങളോ തെറ്റായ രീതികളോ ഒരു നേതൃത്വത്തിനുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ഈ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അന്ധകാരങ്ങൾ മാറി ദൈവാത്മാവിൻ്റെ അഭിഷേകം അവിടെ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ നീങ്ങിപ്പോകാനുള്ള വലിയൊരു കാരണം ഇങ്ങനെയുള്ള അൽമാരുടെയും സിസ്റ്റർമാരുടെയും വൈദികരുടെയും ഒരുമനപ്പെട്ടുള്ള ആ സമർപ്പണവും പ്രാർത്ഥനയും അവരുടെ ബലിയായി തീരുന്ന ജീവിതങ്ങളുമാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല വഴികളും ഇവർ ഒരുമിച്ച് എളിമപ്പെട്ട് ആ അച്ഛൻ്റെ തീരുമാനത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ പ്രവർത്തനത്താൽ അന്ധകാരത്തിൻ്റെ വഴികൾ മാറി ദൈവാത്മാവിൻ്റെ വഴികളിലേക്ക് തിരിയാൻ ദൈവാത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് 133-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം വായിക്കുന്നത്. സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശ്രേഷ്ഠവും വിശിഷ്ടവുമാണ്. എന്തെന്നാൽ അവിടെയാണല്ലോ ദൈവം തൻ്റെ അനുഗ്രഹവും ദൈവം തൻ്റെ അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപരമായി കാണുന്നൊരു പ്രബോധനമാണ് സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം താല്പര്യങ്ങളെയും ബലി ചെയ്ത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വത്തോട് ചേർന്ന് ഒരുമനപ്പെട്ട് ഇരിക്കണം എന്നുള്ളത്. എഫേസൂസ് ലേഖനത്തിൽ 4-ാം അധ്യായം അതിൽ 1 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ. എഫേസൂസ് ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രിഗറി 11-ാം മാർപ്പാപ്പ ദൈവിക ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ സിയന്നായിലെ കാതറിൻ എന്നൊരു മഹാവിശുദ്ധ പിതാവിനോട് ഒരുമനപ്പെട്ട് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ്റെ ഓരോ വാക്കുകളും ന്യായാന്യായങ്ങളെ വിധിക്കാതെ ഹൃദയത്തിൽ സ്വീകരിച്ച് പിതാവിനോട് ചേർന്ന് ആ പിതാവിലുള്ള ദൈവ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലിയായി സമർപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം സ്വന്തം ഇഷ്ടങ്ങളെ ബലി ചെയ്ത് പുത്രനിലുള്ള ദൈവഹിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി ബലിയായി യേശുവിനോട് ചേർന്ന് ഒട്ടി നിന്നില്ലേ? അതാണ് 91-ാം സങ്കീർത്തനത്തിൽ 14-ാം തിരുലിഖിതം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നത് പോലെ ദൈവം ഏൽപ്പിച്ചു തരുന്ന നേതൃത്വത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. അവർ നമ്മളുടെ ചിന്താഗതികൾക്ക് വിപരീതമായ ചിന്താഗതിയോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രകൃതങ്ങളോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തീരുമാനങ്ങൾ എടുക്കുന്നവരാണെങ്കിലും അവിടെ സ്വന്തം ഇഷ്ടങ്ങളെ ബലി ചെയ്ത് അവരുടെ പ്രകൃതങ്ങളെക്കുറിച്ച് ന്യായാന്യായങ്ങൾ വിശകലനം ചെയ്യാതെ ഒരുമനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് യോജിച്ച് നിന്നാൽ അവിടെ ദൈവശക്തി വ്യാപരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിധേയത്വം ദൈവമക്കളുടെ ഇടയിലുള്ള ദിവ്യമായ അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ ഇടയിലുള്ള അവസ്ഥ ചിന്തിച്ച് നോക്ക്. ഒരാൾക്ക് മറ്റൊരാളെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാൾക്ക് മറ്റുള്ള ആരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കാൻ തമ്മിൽ നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കണം. തമ്മിൽ നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കണം. തമ്മിൽ നമ്മൾ എളിമപ്പെട്ട് അനുസരിച്ച് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കളമൊരുക്കണം.
ഒരു കുടുംബത്തിൽ മക്കള് അപ്പനോടും അമ്മയോടും എളിമപ്പെട്ട്, മക്കള് അപ്പനും അമ്മയ്ക്കും തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി അവർ പറയുന്ന കാര്യങ്ങളെ സ്വീകരിച്ച് എളിമപ്പെട്ട് കുടുംബത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കളമൊരുക്കണം. ജീവിത പങ്കാളിമാർ തമ്മിൽ എളിമപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കണം. ഇടവകയിൽ ഇടവക ജനങ്ങൾ വികാരിയച്ഛനോട് ചേർന്ന് എളിമപ്പെട്ട് വിധേയപ്പെട്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കണം. കോൺവെന്റിൽ സിസ്റ്റർമാർ മദറിന്റെ തീരുമാനത്തോട് ചേർന്ന് എളിമപ്പെട്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കണം. രൂപതയിൽ വൈദികര് ബിഷപ്പിനോട് ചേർന്ന് ബിഷപ്പിനെ എളിമപ്പെട്ട് വിധേയപ്പെടുത്തി കൊടുത്ത് അനുസരിച്ച് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കണം. സഭയിൽ ദൈവമക്കളുടെ ഇടയിൽ നടപ്പാകേണ്ട ദിവ്യമായ ഒരു വ്യവസ്ഥയാണ് വിധേയത്വം. ഇത് സഭയുടെ അമൂല്യ സമ്പത്താണ്. ഈ സമ്പത്തിൻ്റെ മേലാണ് ഈ കാലഘട്ടത്തിൽ സാത്താൻ കൈവച്ചിരിക്കുന്നത്. അത് കുടുംബത്തിലും സമൂഹത്തിലും സംഘടനകളിലും ഇടവകകളിലും രൂപതകളിലും റീത്തുകളിലും ഇതെല്ലാ മണ്ഡലങ്ങളിലും സാത്താൻ ഈ ദിവ്യമായ അവസ്ഥയിൽ ഈ അമൂല്യ സമ്പത്തിൻ്റെ മേൽ കൈവച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എഫേസൂസ് ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഒരു ശരീരവും ഒരു ആത്മാവുമാണ് നമുക്കുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അതുകൊണ്ട് ഒരേ പ്രത്യാശയിൽ ഒരേ ആത്മാവിൽ നമ്മൾ നിലകൊള്ളണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ പടുത്തുയർത്തപ്പെടാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ക്രമീകരണമാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, തമ്മിൽ വിധേയപ്പെടുത്തി ദൈവരാജ്യം പണിയാനുള്ള ആത്മീയമായ കൃപാവര ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തമ്മിൽ അംഗീകരിച്ച് അനുസരിച്ച് പഠിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇത് ദൈവമക്കളുടെ ഇടയിലുള്ളൊരു കർശന പാഠമായി സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവെ ഹൃദയങ്ങളെ തുറക്കണമേ. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഗതിക്ക് വിപരീതമായ ഒരു നടപ്പ് ശീലിക്കാൻ ഇപ്പോൾ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളായി കാർന്നോമാരായി അനുഷ്ഠിച്ചു പോന്ന ദിവ്യമായ വിധേയത്വം എന്ന ആ വ്യവസ്ഥ, ആ അനുസരണത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വീണ്ടും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, എല്ലാ ശുശ്രൂഷകർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥ, വാവായൻ യേശുനാഥ, വാവായൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുൻപിൽ
ഇപ്പോൾ എല്ലാ ദൈവമക്കളും ഹൃദയഭാരങ്ങൾ കോരിച്ചൊരിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഈ ലോകത്തിൻ്റെ രീതികൾക്കും ഗതിക്കും വിപരീതമായി തമ്മിൽ വിധേയപ്പെടുത്തി അനുസരിച്ചും യോജിച്ചും ജീവിക്കാൻ ദിവ്യമായ ആ അഭിഷേകം, വിധേയത്വത്തിൻ്റെ കൃപ ഞങ്ങൾക്കും സഭ മുഴുവൻ ദൈവമക്കൾക്കും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. താൻ പോരിമാഭാവവും സ്വാച്ഛ അനുസരിച്ചുള്ള ജീവിതവും തന്നിഷ്ട പ്രകൃതിയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. എല്ലാ ഹൃദയങ്ങൾക്കും വിധേയപ്പെട്ട് അനുസരിച്ച് ജീവിക്കാനുള്ള ദൈവികമായ കൃപ ലഭിക്കട്ടെ കർത്താവേ. ഓ യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വേഗത്തിലേക്ക് മടങ്ങി വരും, പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ജോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം 13-ാം തിരുലിഖിതം, പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. ഓ കർത്താവേ, അപ്പോസ്തല പ്രവർത്തനം ഞങ്ങൾ വായിക്കുന്നു, പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് അവരോട് പ്രസംഗിച്ചു. ഒരു കൂട്ടായ്മയുടെ അഭിഷേകം ഇപ്പോൾ ഈ ദൈവമക്കളുടെ മേലെ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. സ്നേഹനാഥ വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. പേര് റോസിലി. എന്തുണ്ടായത്? എനിക്ക് നട്ടലിൻ്റെ അസുഖത്തിന് ഞാൻ മരുന്ന് കഴിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളപ്പാണ്ടിൻ്റെ അസുഖമുണ്ടായി. നട്ടലിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിച്ച് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വെള്ളപ്പാണ്ട് എന്നൊരു അസുഖം പിടികൂടി ശരീരത്തിലുണ്ടായി. അപ്പോൾ എൻ്റെ മകള് അട്ടപ്പാടിയിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ച എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ച മകൾ അട്ടപ്പാടി പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയിൽ മകൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി. എൻ്റെ ഒരു ഭാഗം മൊത്തം കറുത്തതായി അനുഭവപ്പെട്ടു. പിന്നെ ഇതുവരെ എൻ്റെ ശരീരത്തിൽ ഒരു പൊടി പോലും വീഴുകയോ എനിക്ക് ആ രോഗം ഇല്ല എന്ന് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഈ സഹോദരി വെള്ളപ്പാണ്ട് പിടിച്ച് കൊല്ലത്തിരിക്കുകയാണ്. അപ്പോൾ സഹോദരിയുടെ മകൾ വിശ്വാസത്തോടെ യേശുവേ എന്ന് പറഞ്ഞ് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വീട്ടിലിരുന്ന സഹോദരിക്ക് പെട്ടെന്ന് അനുഭവം ഉണ്ടായി. ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും നിറം മാറുന്ന അനുഭവം ഉണ്ടായി. നോക്കിയപ്പോൾ സാധാരണമല്ല. പിന്നെ ഇന്ന് വരെ ഒരു പൊടി പോലും വെള്ളപ്പാണ്ട് ശരീരത്തിലുണ്ടായിട്ട്. എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായി. ഏറെ മരുന്നുകളൊക്കെ കഴിച്ചു, മക്കളില്ലായിരുന്നു. കുട്ടികൾ ഉണ്ടാകണില്ല. കല്യാണം കഴിച്ചിട്ട് 2.5 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകണില്ല. കുറേ ട്രീറ്റ്മെൻറ്റ്, മരുന്ന്, മെഡിസിൻ ഒക്കെ ചെയ്തിട്ട് ഒരു മാറ്റമില്ല. എന്നിട്ട് അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ ഞാൻ ഒത്തിരി കണ്ണുനീരോടെ അഭിഷേകാഗ്നി പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു വീട്ടിൽ. അപ്പോൾ ഈ അനുഭവം കിട്ടിയപ്പോൾ നല്ല വിശ്വാസമായി. അപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 തൊട്ട് 9 മണി വരെ ഷാലോം ചാനലിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അഭിഷേകാഗ്നി എന്ന പേരിലൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് മകന് വേണ്ടി ഈ ഒരു അനുഭവം കിട്ടിയപ്പോൾ നല്ല വിശ്വാസമായി. ആ വിശ്വാസി കണ്ണുനീരോടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോഴെൻ്റെ മരുമകൾ 2 മാസം ഗർഭിണിയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്.